നമസ്കാരം. അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാവുന്ന പോലെ പൗണ്ടുകടവ് വാർഡിൽ നിന്നുള്ള കൗൺസിലർ സുഗതൻ, ഈ സുഗതൻ ഇപ്പോൾ ജയിലിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരം നയിച്ചതിനോ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ജനകീയ സമരം വിജയിപ്പിച്ച് എടുത്തതിനോ ഒന്നുമല്ല ഈ പൗണ്ടുകടവ് വാർഡിലുള്ള സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ ജയിലിൽ കഴിയുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ, അതും കാപ്പ കേസ് ചുമത്തപ്പെട്ടിട്ടാണ് ജയിലിൽ കഴിയുന്നത്. ഈ കാപ്പ കേസ് പ്രതിയായ ഒരാളെ വീണ്ടും കൗൺസിലർ സ്ഥാനത്തേക്ക്, ഇന്ന് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ കൗൺസിലറായിരിക്കുന്ന സുഗതനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്ന കൗൺസിൽ യോഗം, നഗരസഭാ കൗൺസിൽ യോഗം സത്യത്തിൽ നിർണായകമായിരുന്നു. ഇന്ന് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ നാളെ മുതൽ ഈ പറയുന്ന സുഗതനെ അയോഗ്യനാക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. തീർത്തും അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ വരുന്നു, വോട്ടിങ്ങിനിടുന്നു ഇവനെ, അതായത് ഈ സുഗതനെ ഇനി ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി, അതായത് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവധി അനുവദിക്കുക എന്ന് പറഞ്ഞാൽ കാപ്പ കേസ് പ്രതിക്ക് അവധി അനുവദിക്കുക, അതും 6 മാസത്തേക്ക് അവധി അനുവദിച്ചിരിക്കുന്നു. ഈ 6 മാസത്തേക്ക് എങ്ങനെ അവധി അനുവദിച്ചു? 2 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി അത് വോട്ടിങ്ങിനിട്ടു. അങ്ങനെ 51 വോട്ടുകൾ നേടിക്കൊണ്ട് സുഗതൻ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ ഇപ്പോൾ യോഗ്യനായി ഇരിക്കുന്നു. 6 മാസത്തെ അവധി മേടിച്ച് സ്വസ്ഥമായി ജയിലിൽ കഴിയുന്നു. എന്ത് സുഖമാണ്! നമുക്കറിയാം, ഈ സുഗതൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ദൈവനാമത്തിലൊക്കെ ഓരോ ദൈവങ്ങളുടെ പേര് വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആ സത്യപ്രതിജ്ഞയ്ക്കുള്ള വേദി ഒരുക്കി കൊടുത്ത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? VU സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതിക്ക് കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് ജയിലിനകത്ത് വെച്ച്. ജയിലിനകത്ത് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ അയാൾ സത്യപ്രതിജ്ഞ ചെയ്തു, വീണ്ടും കൗൺസിലറായി. അങ്ങനെ തടവിൽ കഴിയുന്ന, ജയിലിൽ കഴിയുന്ന, കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന, കള്ളക്കേസാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും പിടിച്ചകത്തിടത്തില്ലല്ലോ. അപ്പം ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തെ, അതായത് ഈ കൗൺസിലറെ, ഇപ്പം പുതിയൊരു സർക്കുലർ ജയിൽ വകുപ്പ് പുറത്തിറക്കി. സത്യം പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതുമായി ചൊടിച്ചിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല ജയിൽ വകുപ്പ് ഇങ്ങനെ ഒരു ഉടായ്പ കാണിച്ച കാര്യം. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? ഒരു സർക്കുലർ പുറത്തിറക്കി. അതായത് വോട്ടിങ്ങിനിട്ട് അവിടെ യോഗത്തിൽ പങ്കെടുത്തില്ലേ അയോഗ്യനാക്കണമെന്നായിരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഈ വോട്ടിനിട്ട് അത് അംഗീകരിച്ചാൽ, അതായത് സുഗതൻ നൽകുന്ന അവധി അപേക്ഷ വോട്ടിങ്ങിനിട്ട് കൗൺസിൽ അംഗീകരിച്ച് ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കാം എന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞു. ഒരു സർക്കുലർ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ആ സർക്കുലറിൻ പ്രകാരമാണ് മേയറായ VV രാജേഷ് ഇത് വോട്ടിങ്ങിനിട്ടത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ വോട്ടിങ്ങിനിട്ടപ്പോൾ ഒരു കോൺഗ്രസ് വിമതൻ അതിനകത്ത് കയറി വോട്ട് ചെയ്തു. ആർക്ക്? ഈ പറയുന്ന സുഗതന് വേണ്ടിയിട്ട്. സുഗതന് വേണ്ടി വോട്ട് ചെയ്തിട്ട് അയാൾ വലിയ തത്വജ്ഞാനം അടിക്കുകയാണ്. ആ തത്വജ്ഞാനം എന്താണ്? ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. ഏത്? സുഗതനെതിരായി ഇപ്പം കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നത് രാഷ്ട്രീയ നീക്കമാണത്രേ. തനിക്ക് വ്യക്തിപരമായ ബന്ധം സുഗതനുമായി ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിക്കോ. ഇത് ജനങ്ങളുടെ നെഞ്ചത്ത് വെച്ച് കെട്ടുന്നത് എന്തിനെന്നാണ് ചോദ്യം. ജനങ്ങളുടെ, പൊതുജനത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തമ്മിൽ വ്യക്തിബന്ധം ആയിക്കൊള്ളട്ടെ. അപ്പോൾ നല്ലത് ചെയ്താൽ അതിനൊപ്പം നിൽക്കും എന്നാണ് ഈ പറയുന്ന സുധീഷ് എന്ന് പറയുന്ന വിമതൻ ഈ സുഗതനെ പിന്തുണച്ചുകൊണ്ട് അടിച്ച ഡയലോഗ് അതാണ്. നല്ലത് ചെയ്താൽ നല്ലതിനൊപ്പം നിൽക്കും. അപ്പോൾ അതായത് സുഗതൻ ഈ കഴിഞ്ഞ കാലം അത്രയും കാണിച്ചുകൊണ്ടിരുന്ന നിരവധി ക്രിമിനൽ പശ്ചാത്തലം, അല്ലെങ്കിൽ നിരവധി ക്രിമിനൽ പരിപാടികളെല്ലാം തന്നെ നല്ലതായിരുന്നു എന്നാണ് കോൺഗ്രസ് വിമതനായ സുധീഷിൻ്റെ വെയ്പ്പ്. ഇതാ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വോട്ടിങ്ങിനിട്ടിട്ട് 51 വോട്ട് നേടിയിട്ടാണ് സുഗതൻ എന്ന് പറയുന്ന ഒരാൾക്ക് അവധി ലഭിക്കുന്നത്. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. 6 മാസത്തേക്ക് അവധി. ഇനി സ്വസ്ഥമായിട്ടിരിക്കാം. ജയിൽ ശിക്ഷയെല്ലാം കഴിയും. ജയിൽ ശിക്ഷ കഴിഞ്ഞ് സുഗതൻ പുറത്തേക്ക് ഇറങ്ങുന്നു. സുഗതൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഈ പൗണ്ടുകടവ് വാർഡിൻ്റെ കൗൺസിലറായി വീണ്ടും 5 വർഷക്കാലം അവിടെ നഗരസഭയിൽ ഉണ്ടാകുന്നേ. വീണ്ടും ഇതുപോലെ ഒരു പ്രശ്നമുണ്ടാകുന്നു. അതിനകത്ത് ഇത്തരത്തിൽ തന്നെ പെരുമാറുന്നു. സ്ത്രീകൾക്ക് എതിരെ അക്രമം നടത്തുന്നു, കൊലപാതക ശ്രമം നടത്തുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് സുഗതൻ വീണ്ടും സജീവമായി ഒരു പൊതുപ്രവർത്തകൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ആ വാർഡിലുള്ളവരുടെ തലയ്ക്ക് മുകളിലുണ്ടെന്നേ. ഇത് എങ്ങനെയാണ്
ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഒരാളെ ആണോ നമുക്ക് തലയിൽ കെട്ടിവെച്ച് തരേണ്ടത്? അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും, അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും, ഇനി അതല്ല കോൺഗ്രസ് ആണെങ്കിൽ പോലും, ഇത്രയും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ എന്തിനാണ് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുന്നത്? അങ്ങനെ പൊതുജനത്തിൻ്റെ തലയിൽ എന്തിനാണ് വെച്ച് കിട്ടുന്നത്? ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കിക്കോളൂ. ജയിൽ വകുപ്പിന് എന്ത് അധികാരമാണ് മന്ത്രിയെ കടന്നിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി കൊടുക്കാൻ? ഇവിടെ ശബരിനാഥൻ എന്ത് ചെയ്തെന്നറിയാമോ? ശബരിനാഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി ഇത്തരത്തിലൊരു നടപടി നടത്തിയതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അതോടൊപ്പം തന്നെ ശബരിനാഥൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പിന്നെ കൗൺസിലർമാർ അവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് നടപടി അന്യായമാണ്, അനീതിയാണ് എന്ന് കാണിച്ചിട്ട്, നീതിക്ക് നിരക്കാത്തതാണ് ഈ കാണിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നൽകി കൊടുത്തയക്കുന്നത് തെറ്റായിപ്പോയി, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ജയിൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് ജയിൽ വകുപ്പ്. ആ ജയിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇമാതിരി ഒരു സർക്കുലർ പുറത്തിറങ്ങിയപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കിക്കോണം, എത്രയാണ് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കൂ. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെയാണ് ഈ പണി കാണിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CJP സമരത്തിൽ പങ്കെടുത്ത CJPയോടൊപ്പം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഏർപ്പെടുത്തിയിരുന്ന 3000-ലധികം കേസുകൾ പിൻവലിച്ച ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. കാരണം ആ സമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് മുതിർന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെല്ലാം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നീതിയുക്തമായ ഒരു തീരുമാനമായിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. അത്രയും ബോധമുള്ള, അത്രയും ആഭ്യന്തര വകുപ്പ് കൈകാളിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി അറിയാതെ സ്വന്തം വകുപ്പിൽ നിന്നും ഇങ്ങനെ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര മാത്രം ഒരു അനാസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയേണ്ടി വരും. ആ ഉദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകരമായ അനാസ്ഥയുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സുഗതൻ്റെ അവധി എന്ന് പറഞ്ഞാൽ 6 മാസം അവധി. പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരെ. അവരെയൊന്നും വെച്ചു വാഴിക്കാൻ പാടില്ല. അതും 51 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഒരു വോട്ടിൻ്റെ 51 വോട്ട് നേടിയിട്ട് 6 മാസം അവധി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിനകത്ത് സുഗതൻ. ആര് കാരണം? ജയിൽ വകുപ്പ് അധികൃതർ കാരണം, ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കാരണം. ഏറ്റവും അവസാനം കുറ്റം വരുന്ന ആർക്കാണ്? രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കുറ്റം വരും സ്വാഭാവികമായി. അദ്ദേഹം കൃത്യമായി അതൃപ്തി അറിയിച്ചു. ഈ കാണിച്ചത് അങ്ങേയറ്റത്തെ മോശകരമായ പ്രവൃത്തിയാണെന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയല്ല ഇങ്ങനൊരു തീരുമാനവും ഇങ്ങനെയൊരു സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുറ്റം ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഇടപെടുകയും ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തേക്കിറക്കി ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള കാപ്പ കേസിലകത്ത് കഴിയുന്ന ഒരു കൗൺസിലർക്ക് വേണ്ടി ഈ സർക്കുലർ ഇറക്കി ഉദ്യോഗസ്ഥനെതിരായി നടപടിയാണ് ഇനിയുള്ള ആവശ്യം.